ഹായ് ശബരി ആൻഡ് ദിവ്യ. ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ബോംബെ. ഇവിടെ ശബരിയെ ബോംബെയിലെ ഫ്രണ്ട്സ് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, ശബരിയുടെ ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സും സിനിമ കാണാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒന്നും വിടാതെ എല്ലാ മലയാള സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ശബരിക്കും ദിവ്യയ്ക്കും ഈ തിരക്കിനിടയിലേക്ക് സിനിമ കാണാൻ പോകാൻ സമയം കിട്ടാറുണ്ടോ? നിങ്ങളുടെ ട്രിവാൻഡ്രത്തെ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്? ശബരിയുടെ ശിവ എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. ബോംബെ ടൈംസ് നെറ്റ്വർക്കിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ്. അപ്പം ഞാനും ശിവയൊക്കെ ഏത് മലയാള സിനിമ ഉണ്ടെങ്കിലും ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിസ്രാങ്ക് എന്നുള്ള മലയാള സിനിമ ബോംബെ മെട്രോ ആഡ് ലാബ്സിൽ രാവിലെ 9:30 സ്പെഷ്യൽ ഷോ ആണ്. കാരണം റിലയൻസ് ആണ് സിനിമ പിടിച്ചത്. അതുകൊണ്ട് റിലയൻസ് ആ തിയേറ്ററിൽ അത് കളിച്ചു. അന്ന് ആ സിനിമ കാണാൻ ഞാനും ശിവയും മാത്രമേ ഉള്ളൂ. 2 പേർക്ക് വേണ്ടിയും രാവിലെ 9:30 അന്ന് ആഡ് ലാബ്സിൽ ആ പടം ഓടിച്ചതാണ്. അപ്പം സിനിമകളെല്ലാം ഇപ്പോഴും ദിവ്യയും ഞാനും ചേർന്ന് സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല. പുള്ളിക്കാരി അവസാനം തിയേറ്ററിൽ കണ്ട പടം ജീവിത നോക്കുകയാണെന്ന് തോന്നുന്നു. ആ ഒരു സിനിമയോട് അങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ വലിയൊരു എനിക്ക് തോന്നുന്നൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി സിനിമ കാണുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. സത്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കമ്പനി എന്നല്ല, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു പക്ഷെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും ഒരു തിരുവനന്തപുരത്തെ ഒരു സിനിമാ തിയേറ്റർ എന്നുള്ളത് ഒരിക്കലും ഒരു വിമൻ ഫ്രണ്ട്ലി തിയേറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെ, അപ്പൊ അങ്ങനെ ചെറുപ്പകാലത്തിലുള്ള അനുഭവങ്ങളാണല്ലോ നമ്മുടെ മനസ്സിനൊന്ന് കണ്ടീഷൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത് എപ്പോഴും എന്തോ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് എന്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. എന്തായാലും ശബരി മാറ്റി തരും. ഒരുപാട് സിനിമകൾ എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം, ഞാനിപ്പോ എല്ലാ സിനിമയും ഫ്രൈഡേ പോയി കാണാറുണ്ട്. ഈ തിരുവനന്തപുരം ഏരീസിലേക്ക് ഇപ്പൊ 10:30 ഷോ ഉണ്ട്. ഞാൻ മണ്ഡലത്തിൽ നിന്ന് എല്ലാം ഓടിക്കഴിഞ്ഞ് ഫ്രൈഡേ ഫസ്റ്റ് ഡേ ടിക്കറ്റ് എടുത്ത് വിളിച്ചു പറഞ്ഞ് 10:30 പോയി സിനിമ കാണും. പക്ഷെ ഇൻവേരിയബിളി സിനിമ കണ്ട് ഇത്രയും തളർന്നു വരുന്നതുകൊണ്ട് ഇന്റർവെൽ കഴിയുമ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോകും. എത്രയോ നല്ല പടം ഞാനിപ്പോ ഈ സെക്കൻഡ് ഷോ കണ്ട് പല സിനിമകളും ഞാൻ മിസ് ചെയ്ത്. അങ്ങനെ ഇപ്പൊ ദിവ്യ വന്നതിന് ശേഷം ഒന്ന് ഒരുപക്ഷെ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് എന്തായാലും ആ ഒരു വിടവ് നിങ്ങൾ നികത്തണം. എന്താ കാരണം വെച്ചാൽ സിനിമ എന്നുള്ള പ്രത്യേകിച്ച് ദേവി ശബരി മറ്റു നല്ല സിനിമകൾ ആസ്വദിക്കുന്ന ഒരാളും കൂടിയാണ്. എനിക്കൊന്ന് ആ മേഖലയിലേക്ക് ദിവ്യനെ നമുക്കൊന്ന് പ്രവേശിപ്പിക്കണം. എന്താ കാരണം വെച്ചാൽ സിനിമയുടെ മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സിനിമ അഭിനയം മാത്രമേ പറ്റുള്ളൂ. പക്ഷെ കാണാറുള്ളത് വളരെ സെലക്റ്റീവ് ആയിട്ട് ഞാൻ എടുത്തു വെച്ച് എന്റെ സൗകര്യത്തിനനുസരിച്ച് കാണാറാണ് എനിക്കിഷ്ടം. അപ്പോൾ സിനിമ ഇപ്പോൾ 3 മണിക്കൂർ ഞാനൊരു പുസ്തകം വായിക്കുകയാണെങ്കിലും ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അത് വായിച്ച് തീരുന്നതിന് മുന്നേ അത് താഴെ വെക്കില്ല എന്നുള്ള ടൈപ്പ് അല്ല. ആ പുസ്തകം ആസ്വദിച്ച് അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിനുള്ള ബ്രേക്ക് എടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് മനനം ചെയ്ത് അതിനുശേഷം ഞാൻ ബാക്കി വായിക്കാറുള്ളൂ. ഇപ്പോൾ സിനിമ അതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു സിനിമ കാണുന്നു എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ അത് എടുത്തു വെച്ച് ഒറ്റയടിക്ക് അത് കണ്ടു തീർക്കണം എന്നുള്ള നിർബന്ധം ഫ്ലോ വേണം. പക്ഷെ എവിടെയെങ്കിലും എനിക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് വന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചിലപ്പോൾ പോസ് ചെയ്യും, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇനി ഒരു സെറിബ്രൽ ആക്ടിവിറ്റിയാണ്. ശബരി പലതും ഇനി കാണാതിരിക്കുന്നു. മിക്കവാറും നിങ്ങൾ ഏരീസ് പ്രിൻസ് സിനിമ കാണാൻ പോകും, പാതി സ്റ്റോപ്പാക്കാൻ പറയും. ഞാൻ കുറച്ചു നേരം ഒന്ന് മരം തിയേറ്ററുകാർ ഒരുപാട് പഴശ്ശിയുടെ കളികൾ ഇനി കമ്പനി കാണാൻ നിൽക്കുന്നു.